നമാമി ധന്വന്തരിം ആദിദേവം സുരാസുരൈവന്ദിതപാദപദ്മം ലോകേ ജരാരുഗ്ഭയമൃത്യുനാശം ദാതാരമീശം വിവിധൌഷധീനാം. നമ്മുടെ ആർഷഭാരതത്തിന്റെ ഒരു വലിയൊരു അതായത് മറ്റു രാജ്യങ്ങൾക്കുള്ള ഒരു വലിയ സംഭാവനയാണ് യോഗയും അതുപോലെ തന്നെ ആയുർവേദവും. ഈ രണ്ട് ശാസ്ത്രങ്ങളും തമ്മിൽ ഒരുപാട് കണക്റ്റഡ് ആണ്. കാരണം ഇത് യോഗ എന്ന് പറയുമ്പം ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളതാണ്. യോഗ എന്ന വാക്കിന്റെ അർത്ഥം യുജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. യുജ് അതിന്റെ അർത്ഥം ഇതാണ്, കൂടിച്ചേരൽ, യൂണിയൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്തിന്റെയൊക്കെ യൂണിയൻ ആണെന്ന് വെച്ചാല് ശരീരത്തിന്റെയും അതുപോലെ തന്നെ മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു കൂടിച്ചേരലാണ് യോഗയുടെ അർത്ഥം. അപ്പം യോഗ എന്ന് പറയുമ്പം പൊതുവെ യോഗ എന്ന് പറയുമ്പം പൊതുവെ നമ്മളുടെ എല്ലാം മനസ്സിൽ വരിക ഏതെങ്കിലും ഒരു ശീർഷാസനത്തിൽ ഇരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാസനം ചെയ്യുന്ന ഒരാളുടെ ഒരു ചിത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്മാസനത്തിൽ ഇരുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളുടെ ചിത്രം, ഇതൊക്കെയാണ് പൊതുവെ യോഗ എന്ന് പറയുമ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരിക. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? പൊതുവെ അങ്ങനെയാണ്. യോഗ എന്ന് പറയുമ്പം തന്നെ നമ്മൾ ആ ഒരു ഇമേജ്, ആ ഒരു അതാണ്, ഒരു കൺസെപ്റ്റ് അതാണ്. ഏതെങ്കിലും തലകുത്തി നിൽക്കുന്ന പല പല ആസനങ്ങള്, അല്ലെങ്കിൽ കണ്ണടച്ച് മെഡിറ്റേഷൻ, ഇതൊക്കെയാണ് യോഗ എന്നാണ് പൊതുവെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് യോഗയിൽ അഷ്ടാംഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. യമം, നിയമം, അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, എന്നാലും അത് പറയാതെ പോകാൻ കഴിയില്ല. യമം, നിയമം, ആസനം, പ്രാണായാമം, അല്ലെ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് യോഗ എന്ന് പറയുന്നത്. അതും ഒരു വേ ഓഫ് ലൈഫാണ്. യമത്തിൽ നമ്മൾ എന്തൊക്കെയാണ് സോഷ്യൽ കണ്ടക്ട്, എന്തൊക്കെ കാര്യങ്ങള്, സത്യം, അഹിംസ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യമത്തിൽ വരുന്നുണ്ട്. നിയമത്തിലും അതുപോലെയാണ്. നമ്മുടെ മോറൽ വാല്യൂസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. സന്തോഷം, തപസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിയമത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത്. അപ്പൊ യോഗയില് നമ്മള് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് അഷ്ടാംഗ യോഗ. അപ്പം യോഗ എന്ന് പറയുമ്പം അതിൽ ആസനാസ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. യോഗാസനാസ് വരും, അതുപോലെ പ്രാണായാമങ്ങൾ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ് യോഗയുടെ ഒരു ഭാഗമായിട്ട് വരും, അതുപോലെ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ്, ഇതെല്ലാം ചേർന്നിട്ടാണ് യോഗ. ഇനി യോഗ നമ്മൾ റെഗുലറായിട്ട് നിത്യവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് കുറെ ഗുണങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും, കുറച്ചൊരു സ്പിരിച്വൽ ഗുണങ്ങളും നമുക്ക് ഉണ്ടാകും. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യോഗയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ശരീരത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ നല്ലൊരു ഇതാണ് യോഗ എന്ന് പറയുന്നത്. അതുപോലെ ശരീരത്തിന്റെ സ്ട്രെങ്ത്, ശരീരത്തിന്റെ ആ ഒരു ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് യോഗ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന്റെ കോർഡിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും യോഗ നല്ലതാണ്. മാത്രമല്ല ശരീരത്തിന് മാത്രമല്ല മനസ്സിന് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഒരു സ്ട്രെസ് റിലീവിങ് മെത്തേഡാണ് യോഗ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു റിലാക്സേഷൻ മെത്തേഡാണ്. നമുക്കറിയാം കുട്ടികളിലൊക്കെ യോഗ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ഏകാഗ്രത വർദ്ധിക്കാനും നമ്മുടെ ആ ഒരു ഫോക്കസ് വർദ്ധിക്കാനും കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ്. മാത്രമല്ല ഒരു വൈകാരികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, അപ്പം ഫിസിക്കൽ, മെന്റൽ, അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു റിസലൻസി നമുക്ക് യോഗ വളരെയധികം സഹായിക്കും. അപ്പം ഇത്രയും അതായത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യോഗയ്ക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കേവലം ഒരു മനുഷ്യൻ അതല്ല, എല്ലാ തലങ്ങളിലുമുള്ള ആരോഗ്യമാണ് നമ്മൾ യോഗയിലൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഇനി ആയുർവേദത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് ആയുവേദം, അതായത് ആയുസിന്റെ വേദത്തിനെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയു എന്ന് പറഞ്ഞാല് എന്താണോ നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം,
വേദം എന്ന് പറഞ്ഞാല് ശാസ്ത്രം, സയൻസ് ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയും. എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിന് ഹിതമായിട്ടുള്ള എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിന് വേണ്ടത് അതൊക്കെ തന്നെ ആയുർവേദത്തില് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ആയുർവേദത്തിന്റെ ഒരു ആയുർവേദം ഈ പറഞ്ഞ പോലെ യോഗ പോലെ തന്നെയാണ്. അതും ഒരു ജസ്റ്റ് ഒരു ചികിത്സാ സമ്പ്രദായം, ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം മാത്രമല്ല ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദം എന്ന് പറയുന്നതും ഒരു വേ ഓഫ് ലൈഫ് കൂടെയാണ്. ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. സ്വസ്ഥവൃത്തം, ആതുരവൃത്തം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആർത്തസ്യ വികാര പ്രശമനം എന്ന് പറയും. അത് ഒരു സംസ്കൃത ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം ഇതാണ്. അതായത് സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ആള്. അപ്പം രോഗമില്ലാത്ത ആള് അല്ലെങ്കിൽ ആരോഗ്യവാനായിരിക്കുന്ന ആളുടെ ആരോഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് വളരെ നന്നായിട്ട് ആയുർവേദത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ സ്വസ്ഥവൃത്തം എന്നാണ് പറയുക. ഇനി രോഗം ബാധിച്ച ഒരാൾക്ക് എങ്ങനെ അയാളുടെ രോഗം മാറ്റാം, അതിന് ആതുരവൃത്തം എന്ന് പറയും. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാല് ആയുർവേദത്തില് 2 പാർട്ടായിട്ട് പറയാം. സ്വസ്ഥവൃത്തം എന്നും ആതുരവൃത്തം എന്നും പറയും. അതില് നമ്മൾ യോഗ യഥാർത്ഥത്തില് സ്വസ്ഥവൃത്തത്തിലാണ് പറയുന്നത്. ആയുർവേദത്തിൽ യോഗ സ്വസ്ഥവൃത്തത്തിലാണ് പറയുന്നത്. അതായത് ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ യോഗയെ ആയുർവേദത്തിൽ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളത് തെറാപ്പി, അതായത് ഒരുപാട് രോഗങ്ങൾക്ക് ഒരു തെറാപ്പി ഫോമിലും നമ്മൾ, അല്ലെ, നമുക്കറിയാം യോഗ തെറാപ്പി, ഒരുപാട് രോഗങ്ങൾക്ക് തെറാപ്പി ഫോമിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ആയുർവേദം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പഞ്ചമഹാഭൂത സിദ്ധാന്തത്തിലും അതുപോലെ തന്നെ ത്രിദോഷ തിയറിയിലും ബേസ്ഡ് ആണ്. അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് പഞ്ചമഹാഭൂതങ്ങൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് പഞ്ചമഹാഭൂതങ്ങൾ? പലരും കേട്ടിട്ടുണ്ടാവാം. യോഗ ഒക്കെ ഇപ്പൊ അതിനെപ്പറ്റി പഞ്ചമഹാഭൂതങ്ങളെ പറ്റി കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്തൊക്കെയാണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. മാഡം അവർക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണേ. ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ, ഞാൻ അൺമ്യൂട്ട് ആക്കി തരാം. എല്ലാവരും അതെ അതെ. കാരണം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന മാത്രല്ല, നമുക്കൊരു ഒരു എന്താ പറയാ, താല്പര്യമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ. ഇന്ററാക്ഷൻ ആവുമ്പം കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നും. രാജശേഖരൻ നായർക്ക് അൺമ്യൂട്ട് ആക്കണോ? ഓക്കെ, അൺമ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ. പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മള് ആകാശം, അല്ലെ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അപ്പം സാറ് പറഞ്ഞ പോലെ, സാറ് പറഞ്ഞത് മുകളിൽ നിന്ന് താഴോട്ടാണ്. നമ്മളൊരു സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പറയുകയാണെങ്കിൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതാണ് നമുക്ക് 5 എലമെന്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്ന ഭൂമി തത്വം, പിന്നെ ജലതത്വം, പിന്നെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പം ഈ 5 എലമെന്റ്സ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് 5 തത്വങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അപ്പം എന്തൊക്കെയാണോ ഈ പ്രപഞ്ചത്തിലുള്ളത് അതൊക്കെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഉള്ളത്. അപ്പൊ ഈ പഞ്ചമഹാഭൂതങ്ങളില് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തെയും ബാധിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം വാദം, പിത്തം, കഫം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകാം വാത, പിത്ത, കഫ. അതാണ് നമ്മുടെ ആയുർവേദത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് നമുക്ക് ഈ വാത, പിത്ത, കഫ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മളിപ്പോ ഈ പഞ്ചമഹാഭൂതങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അതില് ഒറ്റ മിനിറ്റ് ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ എളുപ്പമായിരിക്കും. കാണാമോ? സ്ലൈഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണാം അല്ലെ? നോക്കൂ, നമ്മുടെ ഇതിലെ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ട്രൈപോഡ്, ഒരു ക്യാമറ ഒരു ട്രൈപോഡിൽ വെച്ചേക്കുന്ന പോലെയാണ്. അതായത് നമ്മുടെ ശരീരവും
മനസ്സും അതുപോലെ തന്നെ സെൽഫ്, ആത്മാവും, ഇത് മൂന്നും ചേർന്നിട്ടാണ് നമ്മുടെ ആയുർവേദ കൺസെപ്റ്റിൽ ശരിക്കും ചരകാചാര്യനൊക്കെ പറയുന്നത് ശരീരവും മനസ്സും ആത്മാവും ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ആയുർവേദത്തെയും അതുപോലെ തന്നെ യോഗയും ഇത് മൂന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൽ കാണുന്നുണ്ടോ? അപ്പൊ അടുത്ത ഇതിൽ കണ്ടോ, യത് പിണ്ഡേ തത് ബ്രഹ്മാണ്ഡേ, അതായത് എന്താണോ പിണ്ഡത്തിലുള്ളത് അത് തന്നെയാണ് ബ്രഹ്മാണ്ഡത്തിലുള്ളത് എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ്. അപ്പം യൂണിവേഴ്സിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലും ഉണ്ട്. അപ്പം അതാണ് ആ മേളിൽ കാണിച്ചിട്ടുണ്ട്, വാത പിത്ത കഫ എന്ന് കാണിച്ചേക്കുന്ന കണ്ടോ, അതില് ആ 5 എലമെന്റ്സും വരുന്നുണ്ട്. അതില് വാത എന്ന് പറയുന്നത് വായു തത്വവും ആകാശ തത്വവും ചേർന്നിട്ടാണ് വാത എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാതദോഷ എന്ന് പറയുന്നത്. ഇനി അഗ്നി തത്വവും ജലതത്വവും ചേർന്നിട്ടാണ് പിത്തദോഷം. അതുപോലെ തന്നെ ഭൂമി തത്വവും ജലതത്വവും ചേർന്നിട്ടാണ് കഫദോഷ ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ 3 വാത പിത്ത കഫ 3 ദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 എനർജീസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ അതില് ഈ വായു തത്വം, വാത എനർജി എന്ന് പറയുന്നത് ഒരു മൂവ് ചെയ്യുന്ന വസ്തുവിനുണ്ടാകുന്ന എനർജിയാണ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് നമുക്ക് പറയാം അല്ലെ. നമ്മൾ 8ാം ക്ലാസ്സിൽ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, തെർമൽ എനർജി. അപ്പോ ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന എനർജിനെ നമുക്ക് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വാത എനർജി എന്ന് പറയാം. ഇനി എവിടേക്കാണോ ഹീറ്റ്, അതായത് നമുക്ക് താപോർജത്തിന് നമുക്ക്, അതായത് പിത്ത എനർജീനെ നമുക്ക് താപോർജം അല്ലെങ്കിൽ തെർമൽ എനർജി എന്ന് പറയാം. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാല് അതായത് മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്തിരിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ കഫ എനർജീനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പറയാം. അപ്പം ഈ 3 എനർജീസും നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുള്ളതാണ്. ഈ വാത പിത്ത കഫ, ഈ 3 എനർജി നമ്മുടെ ബോഡിയിലുണ്ട്. അതിന് അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. വാദത്തിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിൽ എവിടൊക്കെ ചലനങ്ങളുണ്ടോ അവിടെയൊക്കെ വാദം ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, അപ്പൊ എന്റെ കൈ ചലിക്കുന്നുണ്ട്, നാക്ക് ചലിക്കുന്നുണ്ട്, എന്റെ കണ്ണുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളെ ബ്രെയിനില് ഓരോ ന്യൂറോൺസ് തമ്മിലെ കണക്ഷൻ, ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അതൊക്കെ നെർവസ് സിസ്റ്റം ഒക്കെ നമുക്ക് വാദമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളിപ്പം മൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കയ്യോ കാലോ ഒക്കെ ചലിപ്പിക്കുന്നു, ഒക്കെ ഇതെല്ലാം വാദത്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. മനസ്സിലായോ? ഇനി പിത്ത എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് പിത്ത ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മളെ ദഹനത്തിന് ഏറ്റവും സഹായിക്കുന്നതാണ്, ഡൈജഷന് സഹായിക്കുന്നതാണ് പിത്ത. അതുപോലെ തന്നെ അവിടെ ഈ ഡൈജഷന് ട്രാൻസ്ഫോർമേഷനും നടക്കും. അവിടെ നമുക്കറിയാലോ, നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ന്യൂട്രിയൻസ് ആയിട്ട് മാറുകയാണല്ലോ ചെയ്യുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചേഞ്ച് അല്ലേ നടക്കുന്നത്. അപ്പോ പിത്ത എനർജി എന്ന് പറഞ്ഞാൽ, പിത്തം എന്ന് പറഞ്ഞാൽ ദഹനത്തിന് സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ്, എൻസൈംസ്, ഇതൊക്കെ പിത്ത ഇതിൽ വരുന്നതാണ്. ഇനി കഫ എന്ന് പറഞ്ഞാല് ഇപ്പം ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നു, അപ്പൊ എന്റെ രൂപത്തെയാണ് കാണുന്നത് അല്ലെ. അപ്പൊ എന്റെ ശരീരത്തില് ആറ്റംസും ടിഷ്യൂസും സെൽസും ഒക്കെ ചേർന്ന് നിങ്ങൾ എന്നെ ഒരു രൂപത്തിൽ കാണുന്നു. ബൈൻഡിങ് എനർജി എന്ന് പറയും. എല്ലാത്തിനെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു എനർജിയാണ് കഫ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരാളുടെ രൂപത്തെ എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, ആ കഫ ഒരാളെ ഷേപ്പിൽ കാണുന്നുണ്ടെങ്കിൽ അത് കഫ എനർജി ഉള്ളത് കൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ ജോയിന്റ്സിലുണ്ട് കഫത്തിൻ്റെത്. കാരണം എന്ന് പറഞ്ഞാല് ജോയിന്റ്സിലൊക്കെ എന്ന് പറഞ്ഞാല് 2 എല്ലുകളുണ്ട്, അവിടെ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇതിനെയൊക്കെ ചേർത്ത് നിർത്തുന്നത് കഫ എനർജിയാണ്. അങ്ങനെ ശരീരത്തിൽ ഓരോ സ്ഥലത്തും ഈ വാത പിത്ത കഫ ഈ 3 എനർജികളും നമ്മുടെ ശരീരത്തുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. എന്നാലും ഇപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളത്, കാരണം ഇതാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് അടുത്തതിലേക്ക് പറഞ്ഞാൽ നമുക്ക് പോവാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് പഞ്ചമഹാഭൂതങ്ങളും ത്രിദോഷങ്ങളും എന്നും പറയുന്നത് ഇതാണ്. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതി.
പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രകൃതി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മളെ സാധാരണ കാണുന്ന പ്രകൃതി, നേച്ചർ അല്ല. പ്രകൃതി എന്ന് നമ്മൾ പറയുമ്പോൾ പ്രകൃതി മനോഹരി എന്നൊക്കെ പറയത്തില്ലേ, അതല്ല. അല്ലാണ്ട് ശരീരപ്രകൃതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ 36 പേരുണ്ട് അല്ലെ? നമ്മളെല്ലാവരും ഒരുപോലെയാണോ? ആണോ? നമ്മളെല്ലാവരും മനുഷ്യരാണ്, പക്ഷെ നമ്മൾ ഒരുപോലെ അല്ല അല്ലെ? ഇനി ഏറ്റവും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു വീട്ടില് 4 പേര്, അച്ഛൻ, അമ്മ, 2 മക്കള്, അവര് ഒരുപോലെയാണോ? അല്ല അല്ലെ? ഇനി ഐഡന്റിക്കൽ ട്വിൻസിനെ എടുത്തു നോക്കൂ. അവരെ കാണാൻ ഒരുപോലെയാണെങ്കിൽ പോലും അവരെ സ്വഭാവങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? കാണുമ്പോൾ നമുക്ക് ഒരു വലിയ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവും ചെറിയ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, പക്ഷെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പം നമ്മൾ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരപ്രകൃതിയാണ്. ഇപ്പോ ചില ആൾക്കാരുടെ മുടി കണ്ടിട്ടില്ലേ, നല്ല കുറുങ്ക മുടിയായിരിക്കും. അതേസമയം ചില ആൾക്കാരുടെ മുടി ഭയങ്കര സോഫ്റ്റ് സിൽക്കി ഹെയർ ആയിരിക്കും. ചില 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 ആൾക്കാരുടെ എന്ന് വെച്ചാൽ നല്ല എന്താണ് കട്ടി, നല്ല തിക്കായിട്ടുള്ള മുടിയായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ നല്ല പൊക്കമുള്ള ആൾക്കാരായിരിക്കും, ചില ആൾക്കാർക്ക് പൊക്കം കുറവായിരിക്കും അല്ലെ? ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പം നല്ല ഹൈറ്റ് ഉണ്ടാവും, പക്ഷെ മക്കൾക്ക് ചിലപ്പോൾ ഹൈറ്റ് ഉണ്ടാവണം എന്നില്ല. പിന്നെ ചിലര് പറയും, ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും ഞാൻ വണ്ണം വെക്കുന്നില്ല എന്ന് പറയും, ചിലര് പറയും. അതേസമയം ചിലര് പറയും, ഞാൻ എത്ര ഡയറ്റിങ് എടുത്തിട്ടും എന്റെ വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയും. അങ്ങനെ പറയാറില്ലേ? അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോ അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത്, ഒരു മിനിറ്റ് ആ സ്ലൈഡിലേക്ക് പോകാം. പ്രകൃതി കാണാലോ അല്ലെ? ജസ്റ്റ് അപ്പൊ അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു പഞ്ചമഹാഭൂതങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് പഞ്ചമഹാഭൂതമാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരപ്രകൃതി നിശ്ചയിക്കുന്നത്. ഇപ്പോ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു വായു പ്ലസ് ആകാശം, അതായത് വാത ആണ് നിങ്ങൾ ജനിച്ച സമയത്ത് അമ്മയുടെ വയറ്റിൽ ഉണ്ടായ സമയത്ത് വാത എനർജി അല്ലെങ്കിൽ വാതാണ് കൂടുതലായി നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രകൃതി വാതായിരിക്കും. ഇനി അതല്ല പിത്താണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രകൃതി പിത്തായിരിക്കും. അല്ല ഇനി കഫാണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രകൃതി കഫായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പ്രകൃതി നിർണയിക്കപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വൺസ് നമ്മുടെ പ്രകൃതി നിർണയിക്കപ്പെട്ടാല് മരണം വരെ ആ പ്രകൃതിക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മള് ജനറലായിട്ട് നമ്മള് വാത പിത്ത കഫ 3 പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ 7 പ്രകൃതികളാണ്. അതിന്റെ കോമ്പിനേഷൻ പറയും. വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി, വാദപിത്ത, വാദകഫ, പിത്ത കഫ, വാദപിത്ത കഫ, അങ്ങനെ 7 കോമ്പിനേഷനിലാണ് ശരിക്കും നമ്മള് പ്രകൃതി പറയാറ്. ഇനി നോക്കൂ, ആ സ്ലൈഡ് കാണാമല്ലോ അല്ലെ? അപ്പൊ സ്ലൈഡില് നിങ്ങൾ കണ്ടോ, ചില ആൾക്കാര് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ചില ആൾക്കാർ ഭയങ്കര ഡ്രൈവ് ഉള്ള ആൾക്കാരുണ്ടാവും. അതായത് എന്ത് കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും അല്ലെ? അവർക്ക് ഉള്ളിലൊരു ഡ്രൈവ് ഉണ്ടാവും, എന്ത് കാര്യങ്ങളും തുടങ്ങാനൊരു താല്പര്യം അവർക്ക് കൂടുതൽ ഉണ്ടാവും. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാര്. അതുപോലെ ആ ആൾക്കാർക്ക് മൂവ്മെന്റും കൂടുതലായിരിക്കും. ഇനി അതേസമയം ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, അവർക്ക് എന്ത് കാര്യങ്ങളും ലീഡ് ചെയ്യാനായിരിക്കും കഴിവ്. ഒരു കാര്യം ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുണ്ടാവും. മാറ്റങ്ങൾ വരുത്താൻ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. അതുപോലെ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും അവർക്ക് നന്നായിട്ട് സാധിക്കും. ഇനി ചില തരം ആൾക്കാരുണ്ട് ഓഫീസിലൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർക്കാണെങ്കിൽ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റും നന്നായിട്ട്. എന്ത് എന്തും അവർക്ക് റിസോഴ്സ്ഫുൾ ആയിരിക്കും. അവരുടെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും എന്തും തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും അവരിൽ ഉണ്ടായിരിക്കും. അവർ നന്നായിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത് തുടർന്ന് ഒരു കാര്യം തുടങ്ങിയാൽ അവരത് നിർത്താണ്ട്
സസ്റ്റെയിൻ ചെയ്ത് തുടർന്ന് കൊണ്ടുപോകാനുള്ള കഴിവ് അവർക്ക് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പലപ്പോഴും കാണാറില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പ്രകൃതിയുടെ കാര്യം പറയുന്നത്. ഇപ്പോ ഇനി നമ്മള് അല്ലാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഈ മെലിഞ്ഞ ആൾക്കാരില്ലേ, അതായത് ഒത്തിരി തീരെ മെലിഞ്ഞ ആൾക്കാർ, അതായത് മാക്സിമം ഒരു 48 കിലോ 49 കിലോ ഒക്കെ കാണും. അങ്ങനെയുള്ള ആൾക്കാർ, മെലിഞ്ഞ ശരീരപ്രകൃതക്കാര്, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാര്, തീരെ പൊക്കം കുറഞ്ഞ ആൾക്കാർ, ഇതെല്ലാം ഒരു വാത നേച്ചറാണ് ആയിരിക്കും. അതേസമയം പിത്തപ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ബോഡി വെയിറ്റ് ആയിരിക്കും അവർക്ക്. ഒരു 60 കിലോ, അതായത് ചില ആൾക്കാരെ കണ്ടില്ലേ പെട്ടെന്ന് അവർ വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യും, പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഒരു ഒത്ത ശരീരം എന്നൊക്കെ, മധ്യമ ശരീര പ്രകൃതി. ഇനി നല്ല വണ്ണമുള്ള ശരീരപ്രകൃതിയാണ് കഫപ്രകൃതി എന്ന് നമ്മൾ പറയുന്നത്. ഒരു 70 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ടാവും. നല്ല തടിച്ച ശരീരപ്രകൃതി ഉള്ളവരെ നമുക്ക് കഫപ്രകൃതിക്കാരെന്ന് ജനറലി പറയാം. ഇനി നമ്മള് ഇപ്പൊ മുടിയുടെ നേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാദപ്രകൃതിക്കാരുടെ മുടിയൊക്കെ വളരെ റഫ് ആയിരിക്കും, ഡ്രൈ ഹെയർ ആയിരിക്കും. അതേസമയം പിത്തക്കാരുടെ ഒരു ഹെയർ എന്ന് പറയുന്നത് വളരെ സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. ഇനി കഫ എന്ന് പറയുമ്പം നല്ല ഉള്ളുള്ള മുടി, നല്ല തിക്നെസ് ഉള്ള ഓയിലി ഹെയർ ആയിരിക്കും കഫപ്രകൃതിക്കാർക്ക്. അതുപോലെ 2-3 കാര്യങ്ങൾ, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എനിക്ക് എല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. ഒരു 4-5 പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പം സ്കിന്നിന്റെ കളറ് തന്നെ, കറുത്ത് ഇരുണ്ട ആൾക്കാരില്ലേ, അവര് വാതായിരിക്കും. അതേസമയം അങ്ങനെ നല്ല ഒരു മഞ്ഞ, ഒരു വീറ്റിഷ് കോംപ്ലക്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ ഒരു അങ്ങനത്തെ ആൾക്കാര്, അത് പിത്തായിരിക്കും. അതേസമയം നല്ല വെളുവിളായിരിക്കുന്ന ആൾക്കാര് കഫപ്രകൃതി ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കണ്ണിന്റെ വലിയ കണ്ണുള്ള ആൾക്കാര് കഫ നേച്ചർ ആയിരിക്കും, ചെറിയ കണ്ണ് വാത നേച്ചർ ആയിരിക്കും. അതേസമയം ഒരു മീഡിയം കണ്ണിന്റെ സൈസ്, ഒരു മീഡിയം, നല്ല ഇങ്ങനെ ചില ആൾക്കാരുടെ നോട്ടം വളരെ പിയേഴ്സിങ് ആയിരിക്കും, അങ്ങനെയുള്ളവര് പിത്തപ്രകൃതി ആയിരിക്കും. അങ്ങനെ നമ്മൾ ബോഡി ഫ്രെയിം വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയാം, വണ്ണം ഉള്ളവര്, വണ്ണം കുറഞ്ഞവര്, അങ്ങനെയൊക്കെ. പിന്നെ ഇനി നമ്മൾ അല്ലാണ്ട് ഒരു മെന്റൽ ഫാക്കൽറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വാദപ്രകൃതിക്കാര് പെട്ടെന്ന് മനസ്സിലാവുക, പെട്ടെന്ന് ഒരുപാട്, അതായത് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നത് വാദപ്രകൃതി ഉള്ളവരായിരിക്കും. ഇപ്പൊ ചില ആൾക്കാരില്ലേ എന്തും പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് സംസാരിക്കും, അങ്ങനെയുള്ളത് വാദപ്രകൃതിക്കാരാണ്. പിത്താണെങ്കിൽ അവർക്ക് എല്ലാം മീഡിയം ആയിട്ട് ചെയ്യും, എല്ലാം വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എന്ത് ആക്ടിവിറ്റീസും വളരെ സ്ലോ ആയിട്ട്, അത് കഫപ്രകൃതി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നല്ല വിശപ്പായിരിക്കും. അത് പിത്തപ്രകൃതി, വാദപ്രകൃതിക്കാർക്ക് വിശപ്പ് വേരിയബിൾ ആയിരിക്കും. ചിലപ്പോൾ നല്ല വിശപ്പുണ്ടാവും, ചിലപ്പം വിശപ്പ് കുറവായിരിക്കും. അതേസമയം പിത്തക്കാർക്ക് നല്ല വിശപ്പായിരിക്കും, തീക്ഷ്ണമായിട്ടുള്ള അഗ്നിയായിരിക്കും അവർക്കുള്ളത്. കഫപ്രകൃതിക്കാർക്ക് പൊതുവെ വിശപ്പ് കുറവായിരിക്കും. അങ്ങനെ നമുക്ക് പിന്നെ മനസ്സിന്റെ ഒരു ക്വാളിറ്റി മീൻസ് അങ്ങനെയല്ല, ഒരു മെന്റൽ ഫാക്കൽറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, മൈൻഡിന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മെമ്മറി, വാദക്കാര് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, എന്ത് പറഞ്ഞാലും അവർക്ക് പെട്ടെന്ന് തലയിലോട്ട് കയറും. പിത്തക്കാര് നല്ല ഷാർപ്പ് മെമ്മറി ഉള്ള ആൾക്കാരായിരിക്കും, ഷാർപ്പായിരിക്കും അവരുടെ മെമ്മറി. പിന്നെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ ഓർമ്മ ഏറ്റവും കൂടുതൽ കഫക്കാർക്ക് നല്ല ഓർമ്മയായിരിക്കും. പിത്തക്കാർക്ക് കുറച്ചുകൂടെ ബുദ്ധി കൂടുതലായിരിക്കും, ഷാർപ്പ് ഇന്റലിജൻസ് ആയിരിക്കും. നല്ല കഫപ്രകൃതിക്കാർക്ക് ഓർമ്മ റീറ്റെയിനിങ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഓരോന്ന് വെച്ചിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മള് മുടി അല്ലെങ്കിൽ മൂക്ക്, കണ്ണ്, അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യം, കുറെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് പ്രകൃതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാ മനസ്സിലാക്കുന്നതെന്നല്ലേ? ഇത് യോഗയായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഇത് നമ്മുടെ ലൈഫായിട്ടും യോഗയായിട്ടും ഒക്കെ ബന്ധമുണ്ട്. എന്താ വെച്ചാല്, ഇപ്പോ നിങ്ങളുടെ പ്രകൃതി, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോ നസ്രത്തിന്റെ പ്രകൃതി വാദപ്രകൃതിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോ നസ്രത്തിന് ഇപ്പൊ ആകെ ബോഡി, ഞാനൊരു അസംഷനിൽ പറയാണ്, അപ്പോ 45 ഉള്ളൂ, വെയിറ്റ് കുറവാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ പ്രകൃതി എന്താണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്നിട്ട് യോഗ പഠിച്ചിട്ട് യോഗ ചെയ്യാൻ പോയി. യോഗ ചെയ്യാൻ പോകുമ്പോ സൂര്യ നമസ്കാരം ചെയ്യാണ്.
അപ്പം നസ്രത്തിന് അറിയില്ലല്ലോ നസ്രത്തിന്റെ പ്രകൃതി എത്രയാണെന്നുള്ള, അല്ലെങ്കിൽ വാദമാണോ എന്നൊന്നും അറിയില്ല. നസ്രത്ത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, വാദപ്രകൃതിക്കാർക്കെല്ലാം കുറച്ച് ആദ്യത്തെ ആവേശം കുറച്ച് കൂടുതലാണ്. അപ്പൊ ഭയങ്കരമായിട്ട് ചെയ്യും, ഓവറായിട്ട് ഓവർഡു ചെയ്യും. ഓവർഡു ചെയ്യുമ്പോ എന്താന്ന് വെച്ചാല് വാദം നമ്മുടെ ബോഡിയിൽ വീണ്ടും വാദം കൂടുകയും നമുക്ക് അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഉള്ള നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും 40 അല്ലെങ്കിൽ എത്രയും ഉണ്ടാവും. നമ്മുടെ വെയിറ്റ് ഒന്നും കൂടെ നമ്മുടെ ബോഡിയിൽ വാദ കൂടുമ്പം നമ്മുടെ വെയിറ്റ് കുറയുകയും അത് പിന്നെ വികൃതിയിലേക്ക് വരാം, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ വേദനകളോ വാദ ഇംബാലൻസോ വരാം. അതേസമയം നസ്രത്തിന്റെ പ്രകൃതി വാദമാണെന്ന് പറഞ്ഞ് നിങ്ങൾ സൂര്യ നമസ്കാരം വളരെ മെഡിറ്റേറ്റീവ് ആയിട്ട് വളരെ സ്ലോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബോഡിക്ക് ഹെൽത്തി ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഒരാള് കഫപ്രകൃതിയാണ്, അപ്പൊ അവർക്ക് വെയിറ്റ് കുറയ്ക്കണം. പക്ഷെ അപ്പൊ അങ്ങനെ അവരെന്താ ചെയ്യേണ്ട വെച്ചാല് സൂര്യ നമസ്കാരം കൂടുതൽ അവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് കൂടുതൽ ഡൈനമിക് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യണം, അല്ലെങ്കിൽ സൂര്യ നമസ്കാരമൊക്കെ കൂടുതൽ നമ്പറിൽ ചെയ്യാം, കൂടുതൽ പേസിൽ ചെയ്യാം. മനസ്സിലായോ? അപ്പോ നമുക്ക് പ്രകൃതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട യോഗകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതാണ്. മനസ്സിലായില്ലേ? അതാണ് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രകൃതി അനുസരിച്ച്, നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതെങ്കിലും നമുക്ക് കുറേയൊക്കെ രോഗങ്ങള് ഇല്ലാതെ, അതായത് കുറേയൊക്കെ രോഗങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് പ്രകൃതി. അതായത് പ്രത്യേകിച്ച് നമ്മളിപ്പം യോഗയുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാദപ്രകൃതിയുള്ള ആൾക്കാര് വളരെ സ്ലോ ആയിട്ടുള്ളതും റെഗുലർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പിന്നെ പേസിൽ വേണം യോഗ ചെയ്യാനായിട്ട്. റെഗുലർ ആയിരിക്കണം, സ്ഥിരമായിട്ട് ചെയ്യണം. അല്ലാതെ ഒരു ദിവസം ഒരു ദിവസം യോഗ ചെയ്തു, പിന്നെ രണ്ടാമത്തെ ദിവസം യോഗ ചെയ്യാണ്ട്, പിന്നെ മൂന്നാമത്തെ ദിവസം യോഗ ചെയ്തു, അങ്ങനല്ല. സ്ഥിരമായിട്ട് ചെയ്യണം, സ്ലോ ആയിട്ട് ചെയ്യണം. പിന്നെ വളരെ ഗ്രൗണ്ടിങ് ആയിട്ടുള്ളതും, അത് നമ്മുടെ കപ്പാസിറ്റി എത്രയാണോ അതിൽ താഴെ ചെയ്താൽ മതി. കൂടുതലായിട്ട് നമ്മൾ എക്സേർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് അതെ. അതുപോലെ ഒത്തിരി ടൈം ചെയ്യുന്നതിനെക്കാട്ടിയും പിന്നെ എന്താണ് ഒരുപാട് പോസ് ചെയ്യുന്നതിനെക്കാട്ടിയും കുറെ സമയം ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം പാദപ്രകൃതിക്കാരൻ. പിന്നെ അതുപോലെ അവർക്ക് ഇരുന്നിട്ടുള്ള ആസനങ്ങൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഫോർവേഡ് ബെൻഡ്, ഇരുന്നിട്ട് തന്നെ ഉള്ള ഫോർവേഡ് ബെൻഡ്, ഇരുന്നിട്ട് തന്നെ ഉള്ള ബാക്ക്വേർഡ് ബെൻഡിങ് ആസനാസ്. പിന്നെ പൊതുവെ വാദപ്രകൃതിക്കാർക്ക് അഗ്നിക്ക് വ്യത്യാസം വരുന്നത് കൊണ്ട് ട്വിസ്റ്റിംഗ് പോസസ് ഒക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെ വാദപ്രകൃതിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ ശവാസനത്തിൽ കുറച്ചധികം നേരം, അതായത് ലാസ്റ്റ് റിലാക്സ് ചെയ്യുമ്പം ശവാസനം കുറച്ചധികം നേരം, നോർമലി ഒരു 10 മിനിറ്റ് ആണ് നമ്മൾ ശവാസനത്തിൽ കിടക്കുന്നതെങ്കിൽ കുറച്ചധികം സമയം ശവാസനത്തിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിപ്പോ ഞാൻ പറഞ്ഞത് യോഗയുടെ കാര്യം മാത്രമാണ്. പ്രാണായാമമാണെങ്കിൽ നമ്മൾ അബ്ഡോമിനൽ ബ്രീത്തിങ്, യോഗിക് ബ്രീത്തിങ്, അതുപോലെ നമ്മുടെ നാഡീശോധന പ്രാണായാമം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാദപ്രകൃതിക്കാർക്ക് നല്ല പ്രാണായാമങ്ങളാണ്. ഇനി പിത്തപ്രകൃതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിത്തപ്രകൃതിക്കാർക്കും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെയാണ് പിത്തത്തിന്റെ. സ്ലോ ആൻഡ് ജെന്റിൽ മൂവ്മെന്റ്സ് ആയിരിക്കും അവർക്കും നല്ലത്. അതിൽ തന്നെ ഫോർവേഡ് ബെൻഡ് നല്ലതാണ്. ഫോർവേഡ് ബെൻഡ്, പിന്നെ സ്ലോ ആയിട്ടുള്ള സൺ സല്യൂട്ടേഷൻ, മെഡിറ്റേറ്റീവ്, ഭയങ്കര ഫാസ്റ്റ് പേസിലല്ല, ഒരു മെഡിറ്റേറ്റീവ് ആയിട്ട്. ഇപ്പൊ സൂര്യ നമസ്കാരം ഒക്കെ ആണെങ്കിൽ മെഡിറ്റേറ്റീവ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചൊരു സ്ലോ ആയിട്ട് ചെയ്യുക. പിന്നെ കൂടുതലായിട്ട്, അതായത് ഇന്റൻസ് ആയിട്ടുള്ള പ്രാക്ടീസ് പിത്തപ്രകൃതിക്കാർ ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരീരം ഒത്തിരി അങ്ങ് ചൂടാവരുത്, ഒത്തിരി അങ്ങ് വിയർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൂളിംഗ് ആയിട്ടുള്ള തരത്തിൽ വേണം നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട്. പ്രാണായാമം പിത്തപ്രകൃതിക്കാരാണെങ്കിൽ പ്രാണായാമം ആണെങ്കിൽ ശീതളി, ശീത്കാരി, അങ്ങനെ അതായത് ബോഡി കൂളിംഗ് ആയിട്ടുള്ള പ്രാണായാമാസ്, ഭ്രാമരി മുതലായിട്ടുള്ള പ്രാണായാമാസ് അവർക്ക് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. അതുപോലെ ചന്ദ്രഭേദന പ്രാണായാമം, നാഡീശോധൻ പ്രാണായാമം, ചന്ദ്രഭേദന പ്രാണായാമം ഫോളോഡ് ബൈ നാഡീശോധൻ പ്രാണായാമം നല്ലതായിരിക്കും. ഇനി
കഫ പ്രകൃതി ആവുമ്പം അവർക്ക് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസസും ഡൈനമിക് പ്രാക്ടീസസും ആയിരിക്കും നല്ലത്. കാരണം കഫത്തിനെന്ന് പറഞ്ഞാല് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബോഡി വെയിറ്റും കുറച്ചൊരു തടി ഇതൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഉഷാറാണ്. അപ്പൊ അവർക്ക് എനർജറ്റിക് പ്രാക്ടീസസ് നല്ലതാണ്. ഫാസ്റ്റ് റൗണ്ട് സൂര്യ നമസ്കാര, പിന്നെ കുറച്ച് വിയർക്കാം അവർക്ക്. സൂര്യ നമസ്കാരമൊക്കെ കുറച്ച് അധികം റൗണ്ട് ചെയ്യാം, നല്ല വിയർക്കത്തക്ക രീതിയിൽ ചെയ്യാം. ഇൻവേർട്ടഡ് പോസുകൾ ഉണ്ടല്ലോ, തല കുനിഞ്ഞു നിന്നുള്ള ഡൗൺവേർഡ് ഡോഗ്, അങ്ങനെയുള്ള ഇൻവേർട്ടഡ് പോസുകൾ, സ്റ്റാൻഡിങ് ആസനാസ് ഒക്കെ നല്ലതാണ്. പ്രാണായാമം പറയുകയാണെന്നുണ്ടെങ്കിൽ കപാലഭാതി പ്രാണായാമം, ഭസ്ത്രിക അറിയാലോ, ആ ഒരു കപാലഭാതി ഭസ്ത്രികയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു നല്ലൊരു എനർജി നമ്മുടെ അപ്പം കപാല ശരീരം ഒന്ന് ചൂടാവുമല്ലോ. കപാലഭാതി, ഭസ്ത്രിക, സൂര്യഭേദന ഫോളോഡ് ബൈ നാഡീശോധൻ പ്രാണായാമ, ഇതൊക്കെ അവർക്ക് നല്ലതാണ്. ഓക്കെ, ഇപ്പൊ യോഗയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഇപ്പം പ്രകൃതിയുടെ കാര്യം പറഞ്ഞു അല്ലെ. പ്രകൃതി അനുസരിച്ച് നമ്മൾ ഭക്ഷണ രീതി നമ്മൾ കുറച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് പറയാം. അതായത് പ്രകൃതി, ഇപ്പൊ വാദപ്രകൃതി എന്ന് പറയുമ്പോൾ പൊതുവെ അവർക്ക് ചൂടുള്ള കാലാവസ്ഥയായിരിക്കും ഏറ്റവും നല്ലത്. അവർ കൂടുതൽ തണുപ്പിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇനി അവർക്ക് അവരുടെ ഭക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭക്ഷണത്തിന്റെ രീതി അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഈ എന്താണ് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള അങ്ങനെ വറപൊരി സാധനങ്ങള്, മിക്സ്ചർ, ചിപ്സ്, അങ്ങനെയുള്ള എണ്ണ പലഹാരങ്ങള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങള് കൂടുതലായിട്ട് കഴിച്ചാല് നമ്മുടെ ബോഡിയിൽ വാദം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ അസുഖങ്ങള്, വാദ ഇംബാലൻസ് കൊണ്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. തണുത്ത ആഹാരം, ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുപ്പിച്ചിട്ടുള്ള ആഹാരങ്ങള് ഒക്കെ വാദപ്രകൃതിക്കാര് കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തണുത്ത കാലാവസ്ഥ, തണുത്ത ആഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി പിത്ത ആണെന്നുണ്ടെങ്കിൽ, പിത്തപ്രകൃതിക്കാർക്ക് പൊതുവെ അവരുടെ ശരീരം പൊതുവെ ചൂട് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂളിംഗ് ആയിട്ടുള്ള ഇപ്പം ഭയങ്കര ചൂടിൽ ആഹാരം കഴിക്കാണ്ട് അവർ കുറച്ചല്പം തണുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതായിരിക്കും പിത്തപ്രകൃതിക്കാർക്ക് നല്ലത്. ശരീരം തണുപ്പിക്കുന്ന തരത്തിലുള്ള. എന്ന് കരുതി ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ് വാട്ടർ കുടിക്കണം എന്നല്ല. അതായത് പൊതുവെ കൂളിംഗ് ആയിട്ടുള്ള ഫുഡ്, അതായത് കൂളിംഗ് ആയിട്ടുള്ള ഇപ്പൊ ജ്യൂസസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം എന്താണ്, പ്രത്യേകിച്ച് ചില ആഹാരങ്ങൾ പിത്തശമനങ്ങളായിട്ടുള്ള ആഹാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ മാതളമൊക്കെ ഭയങ്കരമായിട്ടുള്ള പിത്തശമനമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മാതളം. ഉറുമാമ്പഴം എന്ന് പറയും മാതളം, പൊമഗ്രാനൈറ്റ്, അതുപോലെ കുക്കുംബർ ജ്യൂസ്, ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇതൊക്കെ ബോഡീനെ ഒന്ന് കൂൾ ചെയ്യിക്കുന്ന തരത്തിലുള്ള പിത്തക്കാർക്ക് പറ്റിയ ഒരു ഫ്രൂട്ട്സും ഇതൊക്കെയാണ്. ഇനി അവര് മെയിനായിട്ട് ഒഴിവാക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് എരിപുളിയാണ്. അവർക്ക് ഇഷ്ടം അതായിരിക്കും. അച്ചാറുകള്, എരിപുളി, പ്രത്യേകിച്ച് റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, മറ്റേ പുളി ഉണ്ടല്ലോ, സോസുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിത്തപ്രകൃതിക്കാര് പരമാവധി ഒഴിവാക്കുക. പക്ഷെ അവർക്ക് ഇഷ്ടം അങ്ങനെ എരിയും പുളിയൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള എരിയും പുളി പിന്നെ കഴിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ബോഡിയിൽ പിത്തം കൂടിയിട്ട് അങ്ങനെയുള്ള പിത്ത ഇംബാലൻസിന് കാരണമായിട്ടുള്ള അസുഖങ്ങൾ വരും എന്നുള്ളതാണ്. ഇനി ഒരുപാട് പുളിപ്പിച്ചെടുക്കുന്ന ആഹാരങ്ങൾ, ഐസ്ക്രീം, നമുക്കൊരു തെറ്റിദ്ധാരണയുള്ള ഒന്നാണ് ഐസ്ക്രീം കഴിച്ചാല് പിത്തം കുറയും എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ പിത്തം കൂടുകയാണ് ചെയ്യുക. അതായത് ഐസ്ക്രീമിന് പൊതുവെ തണുപ്പും കൂടുതലാണ്, ഇന്റൻസ് ആയിട്ടുള്ള ടേസ്റ്റ്, തണുപ്പും കൂടുതലാണ്, മധുരവും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഫുഡ് ഒഴിവാക്കുക. ഇനി കഫപ്രകൃതിക്കാരാണെന്നുണ്ടെങ്കിൽ തണുത്ത കാലാവസ്ഥ കഫക്കാർക്ക് അത്ര നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തണുപ്പ് അധികം ഒഴിവാക്കുക. പ്രധാനമായിട്ട് തണുത്ത ഭക്ഷണം, നമുക്കറിയാലോ കഫം ഉണ്ടാകണമെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ തണുത്തിട്ടുള്ളത് ഒഴിവാക്കുക. പാലുൽപ്പന്നങ്ങൾ കഴിച്ചാലും കഫത്തിന്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരും. അപ്പൊ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മള് പ്രകൃതി അനുസരിച്ച് നമ്മള് കുറച്ച് ഭക്ഷണം, ബാക്കി നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അപ്പൊ ഇതാണ് പ്രകൃതിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി
അപ്പൊ അടുത്തത് കാണാമോ? വികൃതി കാണാമോ? യെസ്, ഓക്കെ അല്ലെ? ടൈം. അപ്പൊ വികൃതി എന്താണെന്ന് വെച്ചാൽ എന്താണ് വികൃതി എന്ന് വെച്ചാല് വികൃതി എന്താണെന്ന് വെച്ചാല് നമ്മൾ ലൈഫ് സ്റ്റൈലിന്റെ ഇത് കൊണ്ടോ നമ്മള് ഭക്ഷണ രീതി കൊണ്ടോ അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസ് കൊണ്ടോ സീസണിന്റെ ചേഞ്ച് കൊണ്ടോ ഭക്ഷണ രീതി കൊണ്ടോ മനസ്സിന്റെ അവസ്ഥ കൊണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് വികൃതി എന്ന് പറയാം. അതായത് നമ്മളെ രോഗം എന്നൊക്കെ പറയത്തില്ലേ, ചെറിയൊരു അസുഖം എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് വികൃതി എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 ദോഷങ്ങളുടെ കാര്യം. ആ ദോഷങ്ങളെ കല്ലടുക്കി വെച്ചേക്കുന്ന കണ്ടോ? ഈ ഹെൽത്ത് എന്ന് പറയുന്നത്, ഈ ബാലൻസ് എന്ന് പറയുന്നത് ഹെൽത്തും, ഇംബാലൻസ് എന്ന് പറയുന്നത്, അതായത് ദോഷങ്ങള് ഇംബാലൻസിലാകുമ്പോഴാണ് ഡിസീസ് അല്ലെങ്കിൽ വികൃതി സംഭവിക്കുന്നത്. കിട്ടിയോ? അപ്പം ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ വികൃതി സംഭവിക്കുന്നതെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രകൃതി, വാത, പിത്ത, കഫ, മൂന്ന് ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾ ഇംബാലൻസിൽ പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്, വികൃതി വരുന്നത്. അപ്പൊ എന്താണ് പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ, അതായത് ഒന്ന് സ്റ്റാർവിങ്, നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോ അല്ലേ പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ വളരെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളെ ഭക്ഷണം തീരെ സ്കിപ്പ് ചെയ്യുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് വാത ഇംബാലൻസ് വരാം. ചിലര് സ്ഥിരമായിട്ട് ആൽക്കഹോളോ ടൊബാക്കോയോ ഡ്രഗ്സോ ഒക്കെ കഴിക്കുകയാണെങ്കിലും വാദം ഇംബാലൻസ് വിട്ടുപോകും. ചിലപ്പം അതുപോലെ ഈ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പം രാത്രി ഉറക്കം ഉളച്ചാൽ ശ്രദ്ധിച്ചോളുക, നിങ്ങൾക്ക് വാദത്തിന് ഇംബാലൻസ് വരും, അല്ലെങ്കിൽ വാദത്തിന്റെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, എക്സസീവ് എക്സസൈസ് അല്ലെ. എക്സസൈസ് നല്ലതാണ്, പക്ഷെ അത് കൂടുതൽ എക്സസൈസ് ചെയ്താൽ നമ്മുടെ ശരീരത്തെ വാദം കൂടുകയാണ് ചെയ്യാം. ഇനി ഉറക്കം കുറഞ്ഞാല് നമ്മൾ സ്ഥിരമായിട്ടൊരു റൂട്ടീൻ ഫോളോ ചെയ്തില്ലെങ്കിൽ, എക്സസൈസ് ആയിട്ട് ഓഡിയോ വിഷ്വൽ സ്റ്റിമുലൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും നമുക്കൊരു വാത ഇംബാലൻസ് വരും. മാത്രമല്ല കൂടുതൽ ട്രാവൽ ചെയ്താല് സ്ട്രെസ്, നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് കൂടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, ആൻസൈറ്റി, ഫിയർ, വറി, ഇതൊക്കെ വാദത്തിന് കൂട്ടുന്ന സംഭവങ്ങളാണ്. മെന്റൽ ഡിസ്ട്രെസ്, ഷോക്ക് മുതലായിട്ടുള്ളവ വാദത്തിന് കാരണമായിട്ട് മാറും. പിന്നെ ഞാൻ പറഞ്ഞു ഫുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് മൂന്നിനകത്തും കോമൺ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് വൈറ്റ് ഷുഗർ എന്ന് പറയുന്നതും റിഫൈൻഡ് ആയിട്ടുള്ള മൈദ എന്ന് പറയുന്നതും. വൈറ്റ് ഫ്ലോർ, വൈറ്റ് ഷുഗർ, കെമിക്കലി ഫെർമെന്റഡ് ഫുഡ്, വാത, പിത്ത, കഫ, ആൽക്കഹോൾ, ഇതൊക്കെ മൂന്നിനെയും കൂട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. ഇനി അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ചില ദിവസങ്ങളിൽ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഉറക്കമുളച്ചു, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ട്രാവൽ ചെയ്തു, അങ്ങനെ പല കാരണങ്ങള് അല്ലെ. അപ്പൊ അത് ലൈഫ് സ്റ്റൈലിലെ കാരണമാവാം, അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസ് ആവാം. ഇതൊക്കെ കൊണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ തോന്നാം, അല്ലെങ്കിൽ വയറിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് പോലെ തോന്നാം, സ്കിന്നിന് ഡ്രൈനെസ് തോന്നാം, ഉറക്കക്കുറവൊക്കെ തോന്നാം. ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ശരീരം കാണിക്കും. പക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് വീണ്ടും ഇതുപോലെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാത ഇംബാലൻസ് വരും. അപ്പോഴാണ് ശരിക്കും അവിടെ രോഗമായിട്ട് അത് മാറുന്നത്. അന്നേരം നിങ്ങൾക്ക് എന്ത് വരാം? മസിൽ വേസ്റ്റിങ് വരാം. ചിലർ പറയൂ ഡോക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയുന്നുണ്ട്, എന്റെ ജോയിന്റ്സിലൊക്കെ വേദനയാണ്, എന്റെ കാലിലൊക്കെ മസിൽ ക്രാമ്പ് വരുന്നുണ്ട്, എനിക്ക് ശരീരത്തിന് വിറയൽ വരുന്നുണ്ട്, പാരാലിറ്റിക് അറ്റാക്ക് വരുന്നുണ്ട്, പക്ഷാഘാതം വരാം, ചില ആൾക്കാർക്ക് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും, കോൺസ്റ്റിപ്പേഷന്റെ ബുദ്ധിമുട്ട്, ഫോബിയാസ്, ഇതൊക്കെ വരും. അപ്പം നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന ലക്ഷണങ്ങളെ, വികൃതിയുടെ ലക്ഷണങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യാണ്ടിരുന്നപ്പോ ഇംബാലൻസ് ആയിട്ട് മാറി. ഇനി ഇതുപോലെ തന്നെയാണ് പിത്ത ഇംബാലൻസിനും ചില കാരണങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറയാം.
അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ സ്റ്റാർവിങ് അതൊരു കാരണമാണ്. സ്ട്രെസ്, ആങ്കർ, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ്, കൂടുതൽ ദേഷ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോളൂ നിങ്ങളിൽ പിത്ത ഇംബാലൻസ് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും എനിക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് ഡിമാൻഡ് ചെയ്യുക. അപ്പം ചിലർ പറയത്തില്ലേ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ തന്നെ വേണം, ദോശ ഇങ്ങനെ തന്നെ മൊരിയണം, ചമ്മന്തിയുടെ കളറ് മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയില്ലേ. അപ്പൊ മനസ്സിലാക്കുക, പിത്ത ഇംബാലൻസ് ആണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. എക്സ്ട്രീം എക്സ്പോഷർ ടു വിഷ്വൽ ഓഡിറ്ററി സ്റ്റിമുലേ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ അമിതമായിട്ടുള്ള യൂസ് വാദത്തിനെയും പിത്തത്തിനെയും കഫത്തിനെയും ഈ 3 ദോഷത്തിനെയും ഇംബാലൻസിലേക്ക് കൊണ്ടുവരും. അപ്പൊ കൂടുതലായിട്ട് ഇതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് അസുഖങ്ങൾ വരും എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഉറക്കമിളയ്ക്കുക, ദേഷ്യപ്പെടുക, ചൂട് കാലാവസ്ഥ പിത്തത്തിനെ കൂട്ടുന്നു. അപ്പം അതുപോലെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിക്കിള്, സോസ്, വിനെഗർ ഇങ്ങനെയുള്ള സാധനങ്ങൾ പിത്തത്തെ കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനത്തതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യാം. അപ്പോ ഇങ്ങനെ വരുമ്പം എന്ന് പറഞ്ഞാല് നമുക്ക് 1-2 അതായത് ചില ചെറിയ ചെറിയ സിംറ്റംസ് ബോഡി കാണിക്കും. അതായത് വിശപ്പ് കൂടും. ചിലർ പറയും വിശപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് ദാഹം കൂടുതലാണ് എന്ന് പറയും. ബേണിംഗ് സെൻസേഷൻ ഉണ്ട് കൈക്കും കാലിലും എന്നൊക്കെ പറയും. അപ്പം അത് അവസാനം അത് ഹൈപ്പർ അസിഡിറ്റി ആയിട്ട് അസുഖമായിട്ട് മാറും. പിത്തത്തിന്റെ ഇംബാലൻസ് കൊണ്ട് ഹൈപ്പർ അസിഡിറ്റി, ബേണിംഗ് സെൻസേഷൻ, ഇങ്ങനെ ഓരോ രോഗങ്ങളായിട്ട് മാറും. ബ്ലീഡിങ് വരും, ഹൈപ്പർ ടെൻഷൻ, BP കൂടും, ഇങ്ങനത്തെ രോഗങ്ങളായിട്ട് മാറും. ഇതുപോലെ തന്നെയാണ് കഫ ഇംബാലൻസിലും സംഭവിക്കുന്നത്. കഫം കൂടാനായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്. അത് എന്താണ് കാരണം എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട്, അതായത് കൂടുതൽ ഭക്ഷണം കഴിച്ചാലും മനസ്സിലാക്കിക്കൊള്ളുക, കഫം കൂടും, വെയിറ്റ് കൂടും. പിന്നെ കൂടുതൽ കഴിക്കുക, ഒന്നും എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം എനിക്ക് ഒരു അരക്ഷിതാവസ്ഥ നമുക്ക് എപ്പോഴും തോന്നുക, എനിക്ക് ആരുമില്ല, എന്നെ കെയർ ചെയ്യാനില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ കഫ ഇംബാലൻസ് ബോഡിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുക, എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഡിപ്രസ് ആയിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുക. എപ്പോഴും ഇങ്ങനെ നമുക്ക് നല്ല കംഫർട്ട് വേണം, കംഫർട്ട് സോണിൽ മാത്രം കംഫർട്ട്, എല്ലാ മെറ്റീരിയൽ കംഫർട്ടിനോടും കൂടുതലായിട്ടുള്ള ആഗ്രഹം, തണുത്ത കാലാവസ്ഥ, ഇതൊക്കെ കഫം കൂട്ടുന്നതാണ്. ഐസ്ക്രീം, ചോക്ലേറ്റ്, പേസ്ട്രീസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, തണുത്ത ആഹാരങ്ങളൊക്കെ കഫത്തിനെ കൂട്ടുന്നതാണ്. എന്നിട്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കഫ ഇംബാലൻസ്, അടുത്ത കഫ ഇംബാലൻസിലേക്ക് വരും. വണ്ണം കൂടും, ഒബേസിറ്റി ഉണ്ടാവാം, എക്സസ് മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാവും, എപ്പോഴും സ്ഥിരമായി കഫക്കെട്ട്, ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ നീർക്കെട്ടുകള്, മുഴകള്, ശരീരത്തിലെ വാട്ടർ റിട്ടൻഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള അവസ്ഥകൾ ശരീരത്തുണ്ടാകും. അപ്പം ഇതാണ് വികൃതി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് അതെങ്കിൽ നമ്മള് ഇപ്പം ഇതാണ് വികൃതി, മനസ്സിലായി? പ്രകൃതി ഇതാണ്, വികൃതി ഇതാണ്. അപ്പോ ഇങ്ങനെയൊക്കെ വന്നു. പക്ഷെ നമ്മള് ഡയറ്റ്, ഡീഡ്, ഡിസ്പൊസിഷൻ, ഇത് 3 കൊണ്ട് ഇപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആഹാരം ശ്രദ്ധിച്ചു. അതാണ് ആയുർവേദത്തിൽ കുറെ പഥ്യങ്ങൾ പറയും. ആയുർവേദം എന്ന് പറഞ്ഞാൽ തന്നെ പഥ്യമാണ്, അത് കേൾക്കുമ്പോ തന്നെ ആൾക്കാര് കൂടും. അപ്പോ പഥ്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ വാദം കൂടുന്ന ഒരു അവസ്ഥയില് വാദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ളത് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് പറ്റത്തില്ല എന്ന് പറയുമ്പം, അല്ലെങ്കിൽ തൈര് കഴിച്ചാൽ കഫം കൂടും, ഇപ്പൊ അതുകൊണ്ട് തൈര് ഒഴിവാക്കാൻ പറയുമ്പം അത് കാരണം തൈരാണ് കഫത്തിനെ കൂട്ടുന്നത്. അപ്പൊ നമ്മളത് ഒഴിവാക്കാൻ പറയുമ്പം അതിനാണ് നമ്മൾ പഥ്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് രോഗത്തിന് കാരണം. അപ്പൊ അത് കുറച്ചുനാൾ മാറ്റി വെച്ചാൽ ആ അസുഖം കുറയാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഡയറ്റ് നമ്മൾ പറയും ആയുർവേദത്തില്, അതുപോലെ നമ്മൾ ജീവിത രീതി പറയും, ലൈഫ് സ്റ്റൈല് പറയാറുണ്ട്. ഇതൊക്കെ ഈ ദോഷങ്ങളുടെ ഇംബാലൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ അതിൽ നിന്ന് നമ്മൾ ഇംബാലൻസ് മനസ്സിലാക്കി, ആദ്യം നിങ്ങളുടെ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ ഇംബാലൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതനുസരിച്ചുള്ള ഡയറ്റ്, ഡീഡ്, ഡിസ്പൊസിഷൻ 3 കാര്യങ്ങളുണ്ട്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ചര്യകൾ. ഇനി ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ മെന്റൽ ഡിസ്പൊസിഷൻ, മനസ്സിന്റെ അവസ്ഥ. ഇത് 3ഉം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 3ഉം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 3ാമത്തെ ഡി, ഒന്നിൽ ഡ്രഗ് അല്ലെങ്കിൽ ഡോക്ടറിന് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാല്, ഇപ്പം യോഗയിലാണെങ്കിലും യോഗ അഭ്യസിക്കുന്ന ഒരാള് എപ്പോഴും സാത്വികമായിട്ടുള്ള ആഹാരമായിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക.
ആയുർവേദ ഡയറ്റും യോഗിക് ഡയറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. യോഗ എന്ന് പറയുന്നത്, യോഗിക് ഡയറ്റ് പ്രാണ റിച്ച് ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്, സാത്വിക് ആയിട്ടുള്ള ആഹാരമാണ് പറയുന്നത്. അതേസമയം ആയുർവേദം നമ്മൾ ദോഷത്തിനെ ബേസ് ചെയ്തിട്ട് ആഹാരങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറാഗ്നി അനുസരിച്ചുള്ള ആഹാരങ്ങൾ നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പം യോഗ ആൻഡ് ആയുർവേദ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതി, ആ ഒരു യോഗയും ആയുർവേദം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങള് വരാതിരിക്കാനും, ഇനി രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കുറച്ചും കൂടെ പെട്ടെന്ന് നല്ല രീതിയിൽ അത് ഹീൽ ചെയ്യാനും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഇങ്ങനെ ഡയറ്റ്. അതുപോലെ തന്നെ നമ്മളെ ഡീഡുകളാണെങ്കിലും നമ്മളെ ഡിസ്പൊസിഷൻ ആണെങ്കിലും നമ്മളെ മെന്റൽ ഡിസ്പൊസിഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോ പിന്നെ യോഗ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആവും അല്ലെ, നമ്മളെ സ്ട്രെസ് കുറയും. അപ്പം ആ രോഗമുള്ള ആള് പെട്ടെന്ന് അയാൾക്ക് ഹീലിങ്ങിന് അത് വളരെയധികം സഹായിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആയുർവേദം യോഗ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം മെന്റൽ പിന്നെ നമ്മുടെ പ്രകൃതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കി അതനുസരിച്ച് ഏത് തരത്തിലുള്ള യോഗ വേണമെന്ന് മനസ്സിലാക്കാം. അതുപോലെ ആയുർവേദ ഇത് മനസ്സിലാക്കി അവരെ എങ്ങനെയുള്ള ന്യൂട്രീഷൻ, അവരെങ്ങനെയുള്ള ആഹാരം കഴിക്കണം എന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് മെന്റൽ ക്ലാരിറ്റിയിലേക്കും ഒക്കെ എത്താനായിട്ട് യോഗയും കൂടെയൊക്കെ ആകുമ്പം അത് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. രണ്ടും അതായത് ഒരു രോഗത്തെ മാത്രമല്ല, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ചാണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ കൊടുക്കുന്നത് യോഗയിലൂടെയും ആയുർവേദത്തിലൂടെയും. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇനി ഒരു 10 മിനിറ്റ്, ഇനി ഇതിന്റെ സെഷനേ ഉള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു അടുത്ത ഇതിൽ പറയാൻ തോന്നും. അപ്പം ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മൾ നാഡി പരീക്ഷ എന്ന് പറയും. നാഡി പരീക്ഷയിൽ നമ്മൾ ഈ പൾസ് ഡയഗ്നോസിസ്, നമ്മൾ നാഡി നോക്കിയിട്ട് എന്താണ് നമ്മുടെ പ്രകൃതി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 3 വിരല് കൊണ്ട് നമ്മുടെ നാഡി നോക്കിയിട്ട് റേഡിയൽ പൾസിൽ നമ്മൾ പൾസ് നോക്കിയിട്ട് ആ പേഷ്യന്റിന്റെ പ്രകൃതി എന്താണെന്ന് നിർണ്ണയിക്കുന്നു. അതുപോലെ ആ പേഷ്യന്റ് ഇംബാലൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മൾ ആ ഇംബാലൻസ് എന്താണോ അതിനെ കറക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മള് ഡയറ്റ് ചാർട്ട് കൊടുക്കും അവർക്ക്. ഏത് പ്രകൃതിയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഏത് പ്രകൃതി അനുസരിച്ചുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഇംബാലൻസ് അനുസരിച്ചുള്ള ഭക്ഷണത്തിന്റെ ചാർട്ടുണ്ട്, ഡയറ്റ് ചാർട്ടുണ്ട്, അത് അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അവരോട് യോഗ പ്രാണായാമ ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാല്, നമ്മളടുത്ത് ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആർട്ട് ഓഫ് ലിവിങ് ടീച്ചറാണ്, ഡോക്ടറാണ്. അപ്പം യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ആയുർവേദം എടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ പെട്ടെന്ന് ബെറ്റർ ഹീലിങ്ങിന് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളുടെ ആ ഒരു ഹീലിങ്ങിന് വളരെയധികം സഹായിക്കുന്നു. രണ്ടും അവർക്ക് പറഞ്ഞാൽ കുറച്ചും കൂടെ അത് മനസ്സിലാവുകയും ചെയ്യും. പല പേഷ്യൻസും പറയാറുണ്ട്, എനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ യോഗയിൽ വന്ന് യോഗ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നു എന്നൊക്കെ. അപ്പം രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരുമിച്ച് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്കൊരു നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും അത് സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഒരു ധാരണ ഉണ്ടായിരുന്നു, അതായത് ഇപ്പോ ഈ പിത്ത അല്ലെങ്കിൽ കഫ എന്ന് പറയുന്നത് പൊട്ടയാണ്, ഇത് നല്ലതാണ്, അങ്ങനെ ഇല്ലല്ലേ ഇതില്? എല്ലാം കൂടിയിട്ടായിരിക്കും എല്ലാവരുടെ ബോഡിയും അല്ലെ? അങ്ങനെയാണ്. അതായത് അങ്ങനെ ശരിക്കും പറഞ്ഞാല് ഒരു പ്രകൃതിയും ഇപ്പം അങ്ങനെ ഒരു പൊട്ടപ്രകൃതി അങ്ങനെയില്ല. ശരിക്കും ആയുർവേദത്തിൽ നമ്മൾ 7 പ്രകൃതി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മള് അതിൽ മെയിനായിട്ട് വാത പിത്ത കഫ 7 കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതിയില് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് കഫപ്രകൃതി ഉത്തമമായ പ്രകൃതി എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തില് യഥാർത്ഥത്തില് എന്താണോ നമ്മുടെ ശരീരപ്രകൃതി അതില് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്.
അല്ലാതെ ഒരു പ്രകൃതി നല്ലത് ഒരു പ്രകൃതി മോശം എന്നില്ല. ശരിക്കും എന്താണെന്ന് വെച്ചാല് നമ്മളെ ഏറ്റവും ഈ പ്രകൃതിയുടെ വേറൊരു അതെനിക്ക് ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാല് ഇപ്പം എന്താണ് നമ്മളെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രകൃതി നമ്മളെ സഹായിക്കും. എന്ന് വെച്ചാല് നമ്മളെ കുറെ മെന്റൽ ഫാക്കൽറ്റീസ് ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടെ ഇപ്പോ അതായത് എനിക്ക് വെയിറ്റ് 45 ഉള്ളൂ. അപ്പോ ഞാൻ വാദപ്രകൃതിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ എത്ര മെഡിസിൻ എടുത്തിട്ടും എന്റെ വെയിറ്റ് കൂടുന്നില്ല, ഞാൻ എന്താണ് ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൾക്കാരിങ്ങനെ പറയും, അയ്യോ മെലിഞ്ഞിരിക്കുന്നല്ലോ. പക്ഷെ ഞാന് ആ മെലിഞ്ഞിരുന്നാലും കാഴ്ചയിൽ മെലിഞ്ഞിരുന്നാലും എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ മെലിഞ്ഞിരുന്നാലും ഞാൻ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ഉത്തമമായിട്ടുള്ള പ്രകൃതി എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാല് അത് വളരെ നല്ലതല്ലേ. അതുപോലെ വെയിറ്റ്, പ്രത്യേകിച്ച് വെയിറ്റ് ഇന്നത്തെ കാലത്ത് ഒബേസിറ്റി, ഇപ്പൊ ചില ആൾക്കാരുടെ ശരീരപ്രകൃതി വണ്ണമുള്ള ശരീരപ്രകൃതി ആയിരിക്കും. അപ്പൊ അവരെത്ര ഡയറ്റ് ചെയ്താലും എത്ര ജിമ്മിൽ പോയിട്ട് വർക്ക് ചെയ്താലും അവരുടെ വെയിറ്റ് കുറയണം എന്നില്ല. വെയിറ്റ് കുറഞ്ഞാലും ചെറിയൊരു കാരണം കൊണ്ട് തന്നെ വീണ്ടും അവർക്ക് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ബോഡി എന്ന് പറയുന്നത് എർത്ത് എലമെന്റും വാട്ടർ എലമെന്റും ആണ്. ഭൂമിക്ക് ഇരിക്കാൻ ഒരു സ്പേസ് വേണം, വാട്ടറിന് ഇരിക്കാൻ ഒരു സ്പേസ് വേണം. അപ്പോ എത്ര കുറച്ചാലും അവരുടെ ബോഡിയിൽ 70 കിലോയിൽ മീൻസ് അവർക്ക് അതില് താഴേക്ക് വെയിറ്റ് വരില്ല. പക്ഷെ ആ 70 കിലോയിൽ അവർ അവർക്ക് ആ 70 കിലോ അവർക്ക് വണ്ണമുണ്ട്, ഓക്കെ, പുറമേന്ന് കാണുമ്പോൾ വണ്ണമുണ്ട്. പക്ഷെ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, അവർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. കാണുന്നവർക്കുള്ള അല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഇതിൽ ഞാൻ ഹെൽത്തി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. മനസ്സിലായോ? അപ്പൊ അതാണ്, അതായത് അങ്ങനെ നല്ല പ്രകൃതിയെന്നോ മോശ പ്രകൃതിയെന്നോ എന്നൊന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫ്, ശരിക്കും നമ്മളൊക്കെ ജാതകം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് അല്ലെ ഇന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച്. ഇപ്പൊ ഹസ്ബൻഡിന്റെ പ്രകൃതി വാദപ്രകൃതി, ഹസ്ബൻഡിന്റെ പ്രകൃതി വാദപ്രകൃതി, വൈഫിന്റെ പ്രകൃതി കഫപ്രകൃതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹസ്ബൻഡ് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, വൈഫ് എല്ലാം വളരെ സ്ലോ ആയിരിക്കും. എന്തായിരിക്കും അവസ്ഥ? അല്ല അങ്ങനെ ആവാറില്ലേ അല്ലെ? അല്ലെങ്കിൽ അപ്പം ഒരാൾക്കെല്ലാം സ്പീഡിലായിരിക്കും അയാൾ ചെയ്യുക, മറ്റേ ആള് വളരെ പതുക്കെയിരിക്കും. പക്ഷെ അത് അയാളെ നേച്ചർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് പ്രശ്നമുണ്ടോ? അപ്പൊ ഒരാൾക്ക് ഫാൻ വേണം, അതായത് പിത്ത ഉള്ള ആൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. അതായത് ചില ആൾക്കാർക്ക് ഫാൻ ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല, അതേസമയം വാദക്കാർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പം ഒരു റൂമിൽ കിടക്കുന്നവർക്ക് രണ്ട് ഇത് വരും. അപ്പൊ ആ ഹസ്ബൻഡ് അത് അവരുടെ ഒരു നേച്ചർ ആണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. അപ്പം ചില പേഴ്സണാലിറ്റീസിന്, ഇപ്പം ചില ആൾക്കാർക്ക്, നിങ്ങളുടെ പ്രകൃതിക്കാർക്ക് ചില പേഴ്സണാലിറ്റീസിന് നന്നായിട്ട് നല്ല ലീഡർഷിപ്പ്, ഇത്തക്കാർക്ക് നല്ല ലീഡർ ആവാൻ പറ്റും. അതേസമയം കഫക്കാർക്കാണെങ്കിൽ നല്ല മാനേജർ ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയില്ല ശരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ മാറ്റാൻ പറ്റില്ല അല്ലേ? ഇത് മാറ്റാൻ പറ്റില്ല, ഇല്ല. പ്രകൃതിക്ക് ഒരിക്കലും മാറ്റമില്ല, പക്ഷെ വികൃതി മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഇംബാലൻസ് നമ്മുടെ സീസൺ അനുസരിച്ച്, നമ്മളെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, നമ്മളെ മെന്റൽ ഡിസ്പൊസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പറ്റുന്നു. ഇപ്പൊ ഇരുണ്ട നിറക്കാരാണെങ്കിൽ അല്ലെ, വാദപ്രകൃതക്കാരാണെന്ന് പറഞ്ഞു. അതുപോലെ മഞ്ഞ നിറം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പിത്തത്തിന്റെ, ഒരു ഫണ്ണി പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാണ്, പിത്തക്കാരാണെന്ന് പറഞ്ഞു. വലിയ കണ്ണുള്ളവരാണെങ്കിൽ അത് കഫക്കാരാണെന്ന് പറഞ്ഞു. സ്പീഡില് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ വാദപ്രകൃതി. ഇത് 4 എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഏതാണെന്നാണ് എന്റെ ചോദ്യം. അത് കുറച്ച്, അതായത് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒരു ആയുർവേദ ഡോക്ടർക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രകൃതി മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. പൾസ് റീഡ് ചെയ്തിട്ടും പിന്നെ നമ്മൾ ഈ ജനറൽ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയണത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ ഈ 5 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ വാദത്തിന്റെ നേച്ചറും ഉണ്ടാവും, പിത്തത്തിന്റെ നേച്ചറും ഉണ്ടാവും, കഫത്തിന്റെ നേച്ചറും ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ക്വാളിറ്റീസ് എത്ര എണ്ണമാണോ അത് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ആദ്യത്തെ ഇത് പറയുന്നത്. ഇപ്പൊ ഒരാളുടെ പ്രകൃതി വാദപിത്ത എന്ന് പറയുമ്പം അയാളുടെ ബോഡിയിൽ വാദത്തിന്റെ ഒരു അതായത് വാദത്തിന്റെ ഒരു 6 ക്വാളിറ്റീസ് ഉണ്ടാവും,
പിത്തത്തിന്റെ ഒരു 4 ക്വാളിറ്റീസ് ഉണ്ടാവും. 10 എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഫത്തിന്റെ ഒരു 2 ക്വാളിറ്റി ഉണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഏതാണോ അതാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് പറയണ ദോഷം. മനസ്സിലായോ? അതായത് അപ്പം നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡോക്ടർക്ക് മാത്രം, ഒരു ആയുർവേദ ഡോക്ടർക്ക് മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ പ്രകൃതി നിർണ്ണയിക്കാനായിട്ട് സാധിക്കുള്ളൂ. നാഡി പരീക്ഷയിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. താങ്ക് യു മാം. പഞ്ചഭൂതങ്ങളെയും ത്രിദോഷങ്ങളെയും പരിഗണിക്കാതെ ചികിത്സിക്കുന്ന അലോപ്പതി ആയുർവേദത്തെക്കാളും മുന്നിട്ട് നിൽക്കുന്നല്ലോ. ഇതേക്കുറിച്ചുള്ള അഭിപ്രായം പറയാമോ? ഇതേക്കുറിച്ച് എനിക്ക് അതായത് ഒരു ചികിത്സാ ശാസ്ത്രവും ഒന്നിനും ഇതല്ല. എന്താ പറയാ, ആയുർവേദം ബേസ് ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളെയും ത്രിദോഷങ്ങളെയുമാണ്. ഇപ്പം അലോപ്പതിക്ക് അലോപ്പതിയുടേതായിട്ടുള്ള ഇതുണ്ട്, ആയുർവേദത്തിന് ആയുർവേദത്തിൻ്റെതായ ഇതുണ്ട്. ഇപ്പം അലോപ്പതിക്ക് പറ്റാത്ത ചില കേസുകൾ ആയുർവേദം നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഇതുകളുണ്ട്. ഇപ്പം സ്ട്രോക്ക് ഉള്ള ചില കേസുകൾ, വാദത്തിന്റെ ചില കേസുകൾ, ഇപ്പം സർജറി ഇതായിട്ടുള്ള ചില കേസുകൾ, ഹെർണിയ പോലുള്ള കേസുകൾ ആയുർവേദത്തിൽ പറ്റാത്തത് അലോപ്പതി ചികിത്സിക്കുന്നതുണ്ട്. അപ്പം നമുക്ക് ഒരു കേസും, അതായത് അലോപ്പതി മുന്നിട്ട് നിൽക്കുന്നെന്നോ എമർജൻസി ആയിട്ട് കാണുന്ന പല രോഗങ്ങൾക്കും അലോപ്പതിയില് നമ്മള് ഇതാകുന്നതല്ലാതെ ഒരു എല്ലാ സയൻസിനും, എല്ലാ മെഡിക്കൽ സയൻസിനും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നാച്ചുറോപ്പതി ആണെങ്കിലും ശരി, ഹോമിയോപ്പതി ആണെങ്കിലും ശരി. അലോപ്പതി മുന്നിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ആയുർവേദം പിന്നോക്കം നിൽക്കുന്നു എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല.